മമതാ സർക്കാരിന്റെ ജനദ്രോഹ നടപടികളെ തുറന്നുകാട്ടി പശ്ചിമ ബംഗാൾ ഗവർണർ സി.വി. ആനന്ദ് ബോസ് മമതാ സർക്കാർ അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണ്. തെറ്റിതിരുത്തിയില്ലെങ്കിൽ ഭരണഘടനാപരമായ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ പറഞ്ഞു. ജനം ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് പ്രതികരണം. നമസ്തേ. പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരേയൊരു സംസ്ഥാനം. അവിടെ കാട്ടുനീതിയാണിന്ന് നടപ്പിലാക്കുന്നത്. അവിടെ അക്രമികളിൽ കൂടുതലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ അക്രമങ്ങൾ അരങ്ങേറുന്നു. ഇരകളായപ്പെടുന്നവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും. സംസ്ഥാനത്തെ യഥാർത്ഥ ചിത്രം ഗവർണർ സി.വി. ആനന്ദ് ബോസ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, ലഭിച്ചില്ല. കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ ജനം ടി.വി. പ്രേക്ഷകർക്കൊപ്പം പശ്ചിമ ബംഗാളിൻ്റെ ആദരണീയനായ ഗവർണർ ശ്രീ സി.വി. ആനന്ദ് ബോസ് ചേരുന്നു. നമസ്തേ സർ. പശ്ചിമ ബംഗാളിലെ ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത്, അതായത് രാജ്യത്തിനാകെ ഒരു അപമാനമായ രീതിയിൽ പശ്ചിമ ബംഗാൾ മാറുന്നു. അവിടുത്തെ ഗവർണർ എന്ന നിലയ്ക്ക് അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് അവിടുത്തെ ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം? പശ്ചിമ ബംഗാളിനെ ഗ്രസിച്ചിരിക്കുന്ന രണ്ട് വലിയ വിപത്തുകൾ: ഒന്ന് വ്യാപകമായ അക്രമം, രണ്ട് അഴിമതി. ഇത് രണ്ടിനും സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്നതാണ് വളരെ ദുഃഖകരമായ കാര്യം. അക്രമം തടയേണ്ട ചുമതല സർക്കാരിനാണ്. പശ്ചിമ ബംഗാളിൽ പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടിയാണ് അക്രമം നടക്കുന്നത് എന്ന് വാർത്താമാധ്യമങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തു. വാർത്താമാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ഗവർണർ തീരുമാനമെടുക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ കഴിവതും ഫീൽഡിൽ പോയി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗ്രാമാന്തരങ്ങളിൽ അക്രമം ഉണ്ടായ ഏതാണ്ട് ഒട്ടക്ക സ്ഥലങ്ങളിലൊക്കെ പോകാനും ജനങ്ങളുമായി സംവദിക്കാനും ഇരകളുമായി സംസാരിക്കാനും അവസരം എനിക്കുണ്ടായി. അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, അക്രമം നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ ഗവൺമെൻറ് അക്രമം കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് മാത്രമല്ല, അക്രമത്തെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വ്യക്തമായി. ഇതൊന്നാമത്തെ കാര്യം, അക്രമത്തിൻ്റെ കാര്യം. രണ്ട്, അഴിമതി. വളരെ വ്യാപകമായ അഴിമതി ബംഗാളിലുണ്ട്. ഞാനവിടെ ചാർജ് എടുത്തതിന് ശേഷം 2 മന്ത്രിമാർ ജയിലിലായി. അവർക്കെതിരെ പ്രോസിക്യൂഷൻ കൊടുത്തത് ഞാനാണ്. ഇനിയും ചില മന്ത്രിമാർക്കെതിരെ വിശ്വസനീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കേണ്ടി വന്നു. ആദ്യം ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 167 അതിൽ പറയുന്നത്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള, ഭരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഏത് വിവരം ഗവർണർ ആവശ്യപ്പെട്ടാലും അത് കൊടുക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ബാധ്യസ്ഥയാണ്. ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. 2, ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യണം എന്ന് നിർദ്ദേശിക്കാനുള്ള അവകാശം ഭരണഘടന ഗവർണർക്ക് നൽകുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ഫലം കാണാറില്ല. ഇത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഭരണഘടനയെ ആദരിക്കുക, ഭരണഘടനയെ അനുസരിക്കുക എന്നുള്ള കർത്തവ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ അഴിമതിയുടെ കാര്യം പറയുന്നു. അങ്ങ് ഒരു വൈറ്റ് പേപ്പർ ആവശ്യപ്പെട്ടു. നിലവിൽ അത് എത്ര ദിവസം കൊണ്ട് ലഭ്യമാകും? അത് ലഭ്യമായാൽ എന്തായിരിക്കും അങ്ങയുടെ തുടർ നടപടി? വൈറ്റ് പേപ്പർ ആവശ്യപ്പെട്ടതും ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ്. ഈ വൈറ്റ് പേപ്പർ അഴിമതിക്കെതിരെയല്ല, അഴിമതിക്കെതിരെ മറ്റു റിപ്പോർട്ടുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈറ്റ് പേപ്പർ അഥവാ ധവളപത്രം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ഉള്ളതാണ്.
1,00,000 കോടിയിലധികം കേന്ദ്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ വർഷം സംസ്ഥാന ഗവൺമെൻറ് നൽകി. ഇതെന്തിനായി ചെലവഴിച്ചു, എവിടെ ചെലവഴിച്ചു, കണക്കില്ല. അതുപോലെ എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റ് ഈ പ്രധാനപ്പെട്ട മേഖലകളിൽ വളർച്ച മുരളിച്ചു നിൽക്കുകയാണ് ബംഗാളിൽ. ഇതിൻ്റെ കാരണം ഒന്ന്, കേന്ദ്രം തരുന്ന പണം വകമാറി ചെലവാക്കുന്നത്. 2, സംസ്ഥാന ഗവൺമെൻറ്റിന് വരവിനേക്കാൾ വളരെ കൂടുതലാണ് ചെലവ്. ധൂർത്തുണ്ട്, കെടുകാര്യസ്ഥതയുണ്ട്. അങ്ങനെ തികച്ചും മലീമസമായ രീതിയിലാണ് അവിടുത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടക്കുന്നത്. അത് മനസ്സിലാക്കും കാര്യകാരണ സഹിതം റിസർവ് ബാങ്കിൻ്റെ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആണ് അവരോട് ഒരു ധവളപത്രം അയക്കുക. കാരണം ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. അവർ തന്നെ സ്വയം മനസ്സിലാക്കി എന്താണ് അവിടുത്തെ സാമ്പത്തിക നില എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. അതിനായിട്ടാണ് ധവളപത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. വളരെ നന്ദി ശ്രീ CV ആനന്ദബോസ്. പശ്ചിമ ബംഗാളിൽ അക്രമങ്ങൾ അരങ്ങേറുന്നു, അവിടെ അഴിമതി നടക്കുന്നു. കൃത്യമായ വിവരങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. രാഷ്ട്രപതി, കേന്ദ്ര സർക്കാർ രണ്ടിടങ്ങളിലും ഈ വിവരങ്ങൾ ധരിപ്പിക്കുമെന്നാണ് പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ V ആനന്ദബോസ് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നിന്നും സഞ്ജയ്ക്കൊപ്പം S നന്ദഗോപൻ, ജനം.